ഹലോ ഗൈസ്, ഒക്ടോബർ 2-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. കൃത്യം 12 മണിയായപ്പോൾ തന്നെ ഇതേ സർപ്രൈസ് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഇതേ നമ്മളൊന്ന് പുറത്തോട്ട് വന്നതാണ് കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. പിന്നെ പള്ളിയിലും ഒന്ന് പോകണമായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ നേരെ ക്യൂട്ടിപ്പൈയിലേക്ക് വന്ന ഒരു കേക്കൊക്കെ നമ്മൾ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അന്തോണിസിൻ്റെയൊക്കെയാണ് കേട്ടോ വന്നത്. നേർച്ചയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇതേ നമ്മൾ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണ്. രാവിലെ നമ്മളൊന്നും കഴിക്കാനോണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നേ. അങ്ങനെ വീട്ടിൽ പോകുന്ന വഴിക്ക് ഇത് ഇങ്ങനെ കുറേ പ്രാവുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർത്തന്നെ എന്നാൽ 2-3 വീഡിയോസൊക്കെ എടുക്കാമെന്ന്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവുകൾ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ പറന്നു പോകുന്ന കാണാനായിട്ട്. അങ്ങനെ നമ്മളൊരു ബിരിയാണി വാങ്ങിക്കാൻ വന്നു. പക്ഷേ എനിക്കല്ല കേട്ടോ. എനിക്ക് പേഴ്സണലി ബിരിയാണി, ഫ്രൈഡ് റൈസ് ഒന്നും ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ മീൻ കറി, മീൻ വറുത്തത്, മോര് കാച്ചിയത് അതൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മ നല്ല മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ കൂട്ടി കഴിച്ചിട്ട് നമ്മളൊരു ഈവനിങ് ആയപ്പോൾ ഞാനും പൂപ്പിയും കൂടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ടെറസിൽ. പിന്നെ പൂപ്പിയായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പൂപ്പി ഇതേ ഇങ്ങനെ എത്തി വലിഞ്ഞ് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കലാണ് കേട്ടോ പൂപ്പിയുടെ മെയിൻ പരിപാടി. പിന്നെ പൂപ്പിയെ കൊണ്ടുവന്നതിനാൽ പിന്നെ പൂപ്പിനെ പിടിച്ചാൽ കിട്ടത്തില്ല. നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് പൂപ്പിയെ കിട്ടിയത് കേട്ടോ. പൈനാപ്പിൾ കേക്ക് ആയിരുന്നു കേട്ടോ നമ്മൾ രണ്ടാമത് മുറിക്കാൻ വേണ്ടി വാങ്ങിച്ചത്. എനിക്കിങ്ങനെ പുളിയുള്ള കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ സാദിയാസി വന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. എൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെ ബിരിയാണി ഒന്നും എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ അമ്മ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. നമ്മളെപ്പോഴും പുറത്തുനിന്നാണ് കഴിക്കാറ്. അങ്ങനെ നമ്മൾ ബട്ടർ ചിക്കൻ, ബീഫ് കറി, ചില്ലി ചിക്കൻ, ഗോബി മഞ്ചൂരി, ഫ്രൈഡ് റൈസ്, പൊറോട്ട അങ്ങനെ ഒത്തിരി ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കഴിക്കാൻ തോന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര വിശപ്പാണ്. പിന്നെ നമ്മൾ ഫുഡ് അടിക്കുന്ന മെയിൻ ആൾ എൻ്റെ അനിയനാണ് കേട്ടോ. അനിയനാണെങ്കിൽ ഒത്തിരി ഐറ്റംസ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് അവന് കഴിക്കാൻ പറ്റാതെ വന്നപ്പോൾ അതേ അമ്മ അവിടെ കിടന്ന് ഇത് കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തുവാണ് കേട്ടോ. ഞാനാണ് ഏറ്റവും ലാസ്റ്റ് കഴിച്ച് കഴിഞ്ഞത്. എനിക്കെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കാൻ തോന്നില്ല കേട്ടോ. ലാസ്റ്റ് നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ച് അവിടെ നമ്മളങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.